Hello dear students, good evening to all. Yes. Okay. അപ്പോൾ നമ്മൾ അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 14ഉം 15ഉം ഐ തിങ്ക് പല കുട്ടികൾക്കും കുറച്ച് ഇഷ്യൂ ആയിട്ട് പറയാവുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ് ഓസിലേഷൻസും വേവ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് നല്ല രീതിയിലേക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. ഓക്കെ, 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ ആരൊക്കെ എത്തിയിട്ടുണ്ട്? ഹിരൺ, ഗോപിക, സുകുമാരൻ. യെസ്, ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് ഈവനിങ്. അപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട. അസ്ന എത്തിയിട്ടുണ്ട്. അസ്ന യെസ്, ഹായ് ഹായ്. ഓക്കെ, പിന്നെ യെസ്. അപ്പം നമ്മൾ പ്രീവിയസ് ഡേയിൽ കംപ്ലീറ്റ് ആക്കിയ ചാപ്റ്റേഴ്സ് എനിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ പിന്നെ കൈൻഡ് തിയറി ഓഫ് ഗ്യാസ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, 2 ചാപ്റ്റേഴ്സ് നമ്മൾ പ്രീവിയസ് ഡേ കവർ ചെയ്തിരുന്നു. നമ്മൾ ഓർഡറിൽ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നു അല്ലേ. അങ്ങനെ അവസാനം നമുക്ക് ഇനി 2 ചാപ്റ്റേഴ്സും കൂടെയാണ് ബാക്കിയുള്ളത്. ഓസിലേഷൻസും വേവ്സും ലാസ്റ്റ് വരുന്ന 2 ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ നമ്മളെ എക്സാം ഒക്കെ അടുക്കാറായി. എക്സാം അടുത്തു. ഇനി നമുക്ക് കുറഞ്ഞ ദിവസവും കൂടെ ഉള്ളൂ. അപ്പൊ ആ ദിവസങ്ങൾ നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പറേഷൻ മീൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല മാർക്കിലേക്ക് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്താൻ സാധിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, സാധിക്കണം. ഓക്കെ, അപ്പൊ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഹാർഡ് വർക്കിംഗ് നേരത്തെ തുടങ്ങേണ്ടതാണ്. ഈ തുടങ്ങാത്ത കുട്ടികളുടെ ഇനി നോക്കിയാലും മതി, നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മക്കള് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നത് നോക്കുക. ആ ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പൊ ഇംപ്രൂവ്മെന്റിന് നിങ്ങൾക്ക് വരിക കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ലോണം ടേക്ക് കെയർ ചെയ്താൽ മതി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ അഫ്രീദ എത്തിയിട്ടുണ്ട്. ഹസീറ എസ്, ഹലോ ഹായ് സർ, അടിപൊളി ചാനൽ. ഞാൻ ആദ്യമായിട്ട് ഈ ചാനൽ 2 ദിവസം മുൻപാണ് കണ്ടത്. ഞാൻ മാക്സിമം കുറെ ചാപ്റ്റർ തീർത്തു ഈ ചാനൽ കണ്ടു. ഓക്കെ, ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫൈൻ. ഓക്കെ അസ്ന, അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് തുടങ്ങിയാലോ. സർ, എനിക്ക് കുറെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, ആൻസർ പറഞ്ഞു തരുമോ? ഓ ഷുവർ ആയിട്ടുണ്ട് കേട്ടോ, സീറോ ഡോണ്ട് വറി. റബി സി, ഹായ് ഹായ് റബി. സോ നമുക്ക് പതുക്കെ ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യടാ. തുടങ്ങിയല്ലോ നമുക്ക് ചാപ്റ്റർ. അജിൻ, ഹായ് ടു ഓൾ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുക കേട്ടോ. യെസ് ആ തെർമൽ പ്രോപ്പർട്ടീസ് എടുക്കുക കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, സോ ലിസൺ, നമ്മൾ തുടങ്ങുകയാണ്, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കടാ, ലിസൺ. എ സിമ്പിൾ പെൻഡുലം ഇൻ ഓസിലേറ്ററി മോഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. നിങ്ങൾക്ക് ഫിഗറിൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേറ്ററി മോഷൻ കാണിച്ചിട്ടുണ്ട്. നോക്ക്, മാർക്ക് ദ ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോബ്. ആ ബോബിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സുകൾ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്, നമ്മള് ഒരു ബോബ്, ഒരു സ്ട്രിങ്ങില് ഒരു ബോബിനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ദിസ്, ഇങ്ങനെയാ ഫിഗറിലുള്ളത് അല്ലെ, ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ഫിഗറിലുള്ളത്. സോ ഈ ആംഗിള് തീറ്റയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് തീറ്റയാണ്. സോ ഞാൻ ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഒരു വെർട്ടിക്കൽ ലൈന് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു വെർട്ടിക്കൽ ലൈനിലൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ താഴേക്ക് നമ്മുടെ mg എന്ന വെയിറ്റും കാണിച്ചു. എന്നിട്ട് ഞാൻ ആ mgയെ 2 കമ്പോണൻസ് ആക്കാൻ പോവാണ്. ഒരു കമ്പോണന്റ് ഇങ്ങനെ ഒരു കമ്പോണന്റ് ഇങ്ങനെ, 2 കമ്പോണൻസ് ആക്കുന്നു. അങ്ങനെ ആക്കുമ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. കാരണം ഈ സെയിം ലൈനിലെ ഒരു കമ്പോണന്റ് ഉള്ളത് അല്ലെ. അപ്പൊ mg 2 കമ്പോണന്റ് ആക്കാണ്. അതിലൊരു കമ്പോണന്റ് ഇത്, ദിസ് വിൽ ബി mg cos തീറ്റ ആൻഡ് ദിസ് കമ്പോണന്റ് വിൽ ബി mg sin തീറ്റ. ഇനി മക്കളെ ശ്രദ്ധിക്ക്, ഈ ബോബിൽ ഉള്ള ഫോഴ്സുകളാ മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഒരു ഫോഴ്സും കൂടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം, ഇങ്ങനെ ടെൻഷൻ T എന്ന ഫോഴ്സും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ വൃത്തിക്ക് കംപ്ലീറ്റ് ആയി. റെഡിയല്ലേ മക്കളെ? യെസ്. അങ്ങനെ ഫോഴ്സുകൾ നമ്മൾ വൃത്തിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ശരിക്കും ഫോഴ്സ് 2 ഉള്ളൂ, ഒന്ന് mgയും പിന്നെ ടെൻഷനും മാത്രമേ ഫോഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ mg 2 കമ്പോണൻസ് ആക്കി മാറ്റി, അതെന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേണ്ടി ഞാൻ ചെയ്ത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ അല്ല, ഇതല്ല ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആക്കി, റൈറ്റ്? ഓക്കെ, അപ്പൊ mg കാണിച്ചു, T കാണിച്ചു, ഇത് രണ്ടുമാണ് ഫോഴ്സ്. mgയെ വേണമെങ്കിൽ 2 കമ്പോണൻസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്? നോക്കാം. Derive an expression for period of oscillation of a loaded spring. ഒരു ലോഡഡ് സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങും ഒരു മാസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ മാസാണ് സ്മോൾ എം. ആ മാസ് നമ്മൾ ഒരു ഫ്രിക്ഷൻലെസ് ഫ്ലോറിൽ എന്ത് ചെയ്യാണ്? പ്ലേസ് ചെയ്തു. ഓക്കെ, അവിടുന്ന് ഇത് മീൻ പൊസിഷൻ ആണ്. ഇവിടുന്ന് ഈ ഒരു മാസ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മീൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ മക്കൾ നോക്കടാ, ഈ സ്പ്രിംഗ് ഒന്ന് കുറച്ച് വലിഞ്ഞതാ. ഈ ഒരു മാസ് കുറച്ച് റൈറ്റിലേക്ക് മൂവ് ചെയ്തു. സപ്പോസ് ലൈക്ക് ദിസ്. ഈ സ്പ്രിംഗ് ഒന്ന് വലിഞ്ഞു നിൽക്കാണ്. ബ്ലോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലോറിലൂടെ ബ്ലോക്ക് കുറച്ച് മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഇവിടേക്ക് എത്തി ആര്? നമ്മുടെ ബ്ലോക്ക് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? എക്സ് ഡിസ്റ്റൻസ് നമ്മുടെ ബ്ലോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസ് എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തുകൊണ്ട് ഈ സ്പ്രിംഗിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഞാൻ അവിടെ എഴുതാൻ പോവാണ്. എഫ് റീസ്റ്റോറിംഗ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താണ്? മൈനസ് കെ എക്സ് ആണ്. മൈനസ് കെ എക്സ്. ഇനി ഇതാണ് ഈ സ്പ്രിംഗിൽ ഉള്ള ഫോഴ്സ്. അപ്പൊ ആ ഫോഴ്സ് തന്നെ ആയിരിക്കും ഈ മാസിലും എന്ത് ചെയ്യുക? ആക്ട് ചെയ്യാം. അപ്പൊ ആ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഏത് എം മാസുള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? എം എ എന്ന് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? മൈനസ് കെ എക്സ് എന്ന് എഴുതാം. Now from here, now listen, m into എന്താ മക്കളെ? a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓഫ് എ ബോഡി വിച്ച് എക്സിക്യൂട്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ മക്കൾ പഠിച്ചു വെക്കണം. that will be equal to minus omega square x. എന്താണ്? ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ലീനിയർലി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ബോഡി വിൽ ബി ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, ഇൻറ്റു എക്സ് ആയിരിക്കും. അപ്പൊ ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. ഇവിടുന്ന് ഒരെക്സും കട്ടാവും. ഈ മൈനസും മൈനസും പ്ലസ് ആകും. സോ എം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ എന്ന് വരും. ഓക്കെ, ദാറ്റ് ബിക്കംസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് വരും. നൗ എന്താ ഒമേഗ? ഒമേഗ പറഞ്ഞാൽ 2π/t ആണ് ഒമേഗ അല്ലെ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 2π/t is equal to root of k/m കിട്ടി. ഇനി നമ്മൾ ഇത് തിരിക്കാൻ പോവാണ്. അപ്പൊ എന്ത് വരടാ? t/2π is equal to root of m/k എന്ന് വരും. ഇത് തിരിച്ചു, അപ്പൊ ഇതും തിരിച്ചു. From here what is t? t is equal to എന്താ വരാ? t is equal to 2π അങ്ങോട്ട് 2π into root of m/k വരും. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗിന്റെ ഇക്വേഷൻ വരിക. ഇത് എല്ലാവർക്കും ഓക്കെ ആണ്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. രണ്ട് ഇക്വേഷൻസ് ഇതുപോലെ ഡിറൈവ് ചെയ്യാണ്ട്, ഒന്ന് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലും പിന്നെ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം, രണ്ടും നിർബന്ധമായി പഠിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ, ഇത് സെറ്റ് ആണോ? വേഗം പറ. വേഗം കമന്റ് ചെയ്തോ, അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. യെസ്, ഓക്കെ ആണ് ഫാത്തിമ. യാ, ഓക്കെ, ഗുഡ്. നൗ സെറ്റ്. ഇനി മക്കൾ ഇത് നിങ്ങൾ നിർബന്ധമാണ് പഠിച്ചു വെക്കുക. ആ എനെ മാറ്റുന്ന പരിപാടിയാണ്. അതായത് ഇതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഏതാ നോക്കുക. ഓക്കെ, ആ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ എം എന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ എ എന്തായിരിക്കും? മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, എക്സ് ആയിരിക്കും. അങ്ങനെ എക്സ് കട്ടാവും. പിന്നെ അവിടുന്ന് ഒമേഗ കിട്ടും. ഒമേഗ കിട്ടിയാൽ പിന്നെ അന്ന് ടി കാണാൻ വലിയ പണിയില്ലല്ലോ. ഒമേഗ 2π/t അവിടുന്ന് ടി കാണാം. ഈ ഫ്രീക്വൻസി ചോദിക്കുന്നതെങ്കിൽ 1/t കണ്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത്. A particle executes simple harmonic motion of amplitude A at one distance from the mean position
is its kinetic energy equal to its potential energy. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൻ പൊസിഷന് എത്ര ഡിസ്റ്റൻസ് അകലെ എത്തുമ്പോഴാണ് അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്താവുക, ഈക്വൽ ആവുക? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മെയിൻ പൊസിഷൻ, ആ റിലേഷൻ വരിക ആംപ്ലിറ്റ്യൂഡ് ടൈംസ് എ സൈൻ ഒമേഗ ടി എന്നെടുക്കാം. എ സൈൻ ഒമേഗ ടി എന്നെടുക്കാം. ഇനി അവിടെ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നെഴുതാം. അതിന്റെ കൈനറ്റിക് എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നെഴുതാം. ഇനി ടോട്ടൽ എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് കെ എ സ്ക്വയർ എന്നും എടുക്കാം. ഈ റിലേഷൻസ് മക്കൾ അറിഞ്ഞിരിക്കണം. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ, കൈനറ്റിക് എനർജിന്റെ എക്സ്പ്രഷൻ, ടോട്ടൽ എനർജിന്റെ എക്സ്പ്രഷൻസ് മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നോക്കടാ, ഇത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ ഡീൽ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ലിസൺ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ രണ്ട് സംഭവം അങ്ങ് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ എന്താ, ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ഇനി ഈ ഹാഫ് കെ എ സ്ക്വയറും കട്ടായാൽ കോസ് സ്ക്വയർ ഒമേഗ ടി ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. കോസ് സ്ക്വയർ ഒമേഗ ടി ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി വരും. അപ്പൊ കോസ് ഒമേഗ ടിയും സൈൻ ഒമേഗ ടിയും എന്താ, ഈക്വൽ. അപ്പൊ ഒമേഗ ടി എന്താ, സൈനും കോസും ഈക്വൽ ആകല് ഏത് ആംഗിളിലാ, 45 ഡിഗ്രി അല്ലെ. അപ്പൊ 45 ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പൈ ബൈ 4 എന്ന് പറയാം. ഇനി നമ്മൾ ചോദിച്ചത് എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആകുന്ന കേസിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചത് അല്ലെ. ഡിസ്റ്റൻസ് ടൈം റിലേഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം, എ സൈൻ ഒമേഗ ടി ആണ്. അവിടെ ഒമേഗ ടിക്ക് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, 45 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എ ഇൻറ്റു 1/√2 ആണ്. ആൻസർ ഈസ് a/√2 ആണ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ, a/√2. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഇത് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അറ്റ് വാട്ട് ഡിസ്റ്റൻസ്, അപ്പൊ ഏത് ഡിസ്റ്റൻസിലാണ്, ആംപ്ലിറ്റ്യൂഡ് ബൈ √2 ടൈംസ് ഡിസ്റ്റൻസ് എത്തുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക, നമ്മുടെ ഈ രണ്ട് എനർജിയും എന്താവല്, ഈക്വൽ ആവല്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. ഇനി ക്വസ്റ്റ്യൻ നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Prove that the oscillations of a simple pendulum are simple harmonic and hence derive an expression for the time period of a simple pendulum. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന് സിമ്പിൾ ഹാർമോണിക് ആണ് എന്ന് പറഞ്ഞതിന് ശേഷം, പ്രൂവ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. മക്കളെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മളുടെ സിമ്പിൾ പെൻഡുലം. നോക്കിക്കേതാ, ഇതാണ് നമ്മളുടെ സിമ്പിൾ പെൻഡുലം. ഈ സിമ്പിൾ പെൻഡുലം ഇപ്പൊ വെർട്ടിക്കലുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവിടെ അതിന്റെ വെയിറ്റ് mg താഴേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് വെയിറ്റ് ഈസ് mg. ഇത് രണ്ട് കമ്പോണൻസ് ആക്കും. ഒരു കമ്പോണന്റ് ഇങ്ങനെയും ഒരു കമ്പോണന്റ് ഇങ്ങനെയും ആക്കും. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ദിസ് വിൽ ബി mg cos തീറ്റ ആൻഡ് ദിസ് വിൽ ബി mg sin തീറ്റ. രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റി. ഇനി ഈ ഒരു ബോബില് ഇത് ശരിക്കും സർക്കുലർ മോഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സ് അല്ല എടുക്കേണ്ടത്, ടോർക്ക് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ബോബില് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട് നോക്കണം, ടോർക്ക്. അബൌട്ട് ദിസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ, അബൌട്ട് പോയിന്റ് ഓഫ് സസ്പെൻഷന് ഈ ഒരു ബോബില് എന്തുണ്ടോ നോക്കണം, ടോർക്ക് ഉണ്ടോ, ടോർക്ക് ഉണ്ട്. സോ വാട്ട് ഈസ് ടോർക്ക്? Tau is equal to torque on this bob of pendulum is equal to minus mg sin theta into ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആക്കി എടുക്കുകയാണെങ്കിൽ ഇൻറ്റു എന്താണ് L. ടോർക്ക് എങ്ങനെ കാണല്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ
product of force and perpendicular distance between line of action of force and axis of rotation ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് mgയും mg കമ്പൗണ്ട് ആക്കിയ mg cos θ mg sin θ ഫോഴ്സ് ആയിട്ടുള്ളൂ. അതിൽ ഈ mg cos θ എന്ന ഫോഴ്സിന്റെ പ്രത്യേകത അതിന് ലൈൻ ഓഫ് ആക്ഷൻ ആക്സിസ് കൂടെ കടന്നു പോകും. അതുകൊണ്ട് ഈ mg cos θ എന്ന ആ ഒരു കമ്പോണന്റ് ഈ ആക്സിസിൽ എന്തുണ്ടാക്കില്ല, ടോർക്ക് ഉണ്ടാക്കില്ല. അപ്പൊ ആര് മാത്രമേ ടോർക്ക് ഉണ്ടാക്കുള്ളൂ? mg sin θ എന്ന ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ആക്സിൽ എന്തുണ്ടാക്കുള്ളൂ, ടോർക്ക് ഉണ്ടാക്കുള്ളൂ. അപ്പോ mg sin θ എന്ന കമ്പോണന്റ് ആ ഒരു ആക്സിസിൽ എന്തുണ്ടാക്കുകയാണ്, ടോർക്ക് ഉണ്ടാക്കുകയാണ്. ആ ടോർക്കാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇയാൾ എന്തുണ്ടാക്കുന്നില്ല, ആക്സിൽ ടോർക്ക് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ടോർക്ക് ഉണ്ടാക്കിയ ആൾ നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ മക്കളെ? യെസ് ഓർ നോ? യെസ് യെസ് യെസ്. Now listen. അപ്പോൾ ഞാൻ ടോർക്ക് കണ്ടു. ഇനി ഞാൻ പറയാണ്, if theta is very small, തീറ്റ വളരെ ചെറുതാണ് എങ്കിൽ tau is equal to minus mg theta L എന്ന് പറയാം. എന്താ കാരണം? തീറ്റ വളരെ ചെറുതാണെങ്കിൽ sin theta will be approximately equal to എന്താണ്, തീറ്റ എന്ന് എഴുതാം. ആ ഒരു അവസരത്തിൽ t proportional to minus theta എന്ന് എഴുതാം. അതായത് മക്കളെ, ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ ബോഡിന്റെ മെയിൻ പൊസിഷൻ എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആവണം. കൂടാതെ ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അത് റൊട്ടേഷൻ മോഷനിലുള്ള ഒരു ഇതിപ്പോ ശരിക്കും റൊട്ടേഷൻ മോഷൻ പോലെയാണ്. സ്പ്രിംഗ് മാസ് സിസ്റ്റം ആകുമ്പോൾ ലീനിയർ മോഷൻ പോലെയാണ്. അപ്പൊ അവിടെ നമ്മൾ ഫോഴ്സ് വെച്ചാ പറയേണ്ടത് ലീനിയർ മോഷനിൽ. എന്നാൽ റൊട്ടേഷൻ മോഷന്റെ സ്പ്രിംഗ് ഈ പെൻഡുലത്തിന്റെ കേസിൽ നിങ്ങൾ ഫോഴ്സ് അല്ല പറയേണ്ടത്, ടോർക്കാ പറയേണ്ടത്. അപ്പൊ അവിടെ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്, ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണലാണ്, മൈനസ് എക്സിന് പ്രൊപ്പോർഷണലാണ്. എന്നാൽ ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണലാവണം, മൈനസ് തീറ്റ. ബിക്കോസ് ഇവിടെ ഡീൽ ചെയ്യേണ്ടത് ആരാ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിനും പകരം ടോർക്കും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റുമാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടോർക്കും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ എന്താണ്, അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് തീറ്റ ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം, this pendulum executes in the simple harmonic motion എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത കാര്യം, ലിസൺ. ഇവിടുന്ന് എന്തുണ്ടാക്കാൻ പറഞ്ഞു അവര് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അവിടുന്ന് ടോർക്ക് ഫൈൻഡ് ചെയ്തു. ടോർക്ക് എത്ര, മൈനസ് mg തീറ്റ L. ഇനി ടോർക്ക് ഓൺ എനി റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ma പറഞ്ഞില്ലേനോ, അതിന് പകരം എഫ് ഇസ് ഈക്വൽ ma ക്ക് പകരം ടോ ഈസ് ഈക്വൽ I ആൽഫ എന്ന് എഴുതാം. അപ്പൊ ടോർക്ക് ഇവിടെ എന്തുണ്ട്, ടോ ഈസ് ഈക്വൽ ഇവിടെ എന്തുണ്ട്, മൈനസ് mg തീറ്റ L ഉണ്ട്. ഇത് രണ്ടും അങ്ങ് ഇക്വേറ്റ് ചെയ്യും. അപ്പൊ എന്താ, I ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ L എന്ന് എഴുതി. ഇനി ഇവിടുന്ന് എന്താണ് ആൽഫ, I ഇൻറ്റു ആൽഫ. അടാ എ നമ്മൾ നേരത്തെ എങ്ങനെ എഴുതി, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പൊ ആൽഫ നമ്മൾ എങ്ങനെ എഴുതും, മൈനസ് ഒമേഗ സ്ക്വയർ എക്സിന് പകരം തീറ്റ എഴുതണം. ഓക്കെ, ഇത് റൊട്ടേഷൻ മോഷൻ അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ L എന്ന് വരും. ഈ തീറ്റയും ക്യാൻസൽ ഔട്ട്. ഈ മൈനസും കൂടി പ്ലസ് I അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ മക്കളെ ഉണ്ടാവുക, ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു mg L by I എന്ന് വരും. That is equal to mg L by what is I, moment of inertia of that pendulum. എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ, മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഉണ്ടാകും. സോ ml സ്ക്വയർ എന്നുണ്ടാകും. സോ ഈ ഐക്ക് നമ്മൾ ml സ്ക്വയർ എന്ന് കൊടുത്താൽ ഒരു എല്ലും ക്യാൻസൽ ഔട്ട് ആകും. സോ വാട്ട് ഈസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു g by L വരും. ഒമേഗ ഇസ് ഈക്വൽ ടു root of g by L എന്ന് വരും. So from here what is omega, 2 pi by t is equal to root of g by L വരും. ഇവൻ എന്താ പറയുക, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും മക്കളെ, t by 2 pi is equal to എന്ത് വരും, root of L by g വരും. t എന്താ വരിക, 2 pi root of L by g. ഇതാണ് നമ്മളുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഒരു 99% ചാൻസ് ഉണ്ട് ഈ ഡെറിവേഷൻ ചോദിക്കാൻ. ഇതോ അല്ലെങ്കിൽ സ്പ്രിംഗ് മാസ് സിസ്റ്റോ ചോദിക്കാനുള്ള ചാൻസ്
വളരെ 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 കൂടുതലാണ്. മക്കൾ വിട്ടുപോകരുത്. ഇത് എന്തായാലും പഠിച്ചു വെക്കണം. ഇറ്റ്സ് വെരി 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 മസ്റ്റ്. ഓക്കെ അല്ലേ? ഇത് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത് നോക്കടാ. എന്താണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് എ സെക്കൻഡ്? ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ്? ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം വിച്ച് ടിക്സ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലിസൺ, അവിടെ ടൈം പീരീഡ് 2 സെക്കൻഡ്. അതായത് ഒരു സിമ്പിൾ പെൻഡുലം ഓരോ സെക്കൻഡിലും ടിക് ടിക് അടിക്കുന്നതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഒരു ടിക്കിന് 1 സെക്കൻഡ്, 2 ടിക്കിന് 2 സെക്കൻഡ് പറഞ്ഞാൽ ഒരു ഫുൾ ഓസിലേഷന് 2 സെക്കൻഡ് എടുക്കുന്ന, അതായത് ഒരു ടിക്കിന് 1 സെക്കൻഡ്. ടിക് മീൻസ് സൗണ്ട് ആവല്ലേ പെൻഡുലത്തിൽ, ടിം ടിം, ആ സൗണ്ട് ആ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ടിക്കിന് എത്രയാണ്? 1 സെക്കൻഡ് ആണെങ്കിൽ 2 ടിക്കിന് എന്താണ്? 2 സെക്കൻഡ് ആണ്. 2 ടിക്ക് എന്ന് പറയുമ്പോൾ അതാണ് ഒരു ഫുൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് ദിസ് പെൻഡുലം വിൽ ബി 2 സെക്കൻഡ്. ഇതിനെ സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? സെക്കൻഡ്സ് പെൻഡുലം. അതായത് ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. യെസ്. നൗ ലിസൺ. അപ്പൊ ടൈം പീരീഡിന്റെ എത്ര വാല്യൂ നമുക്ക് അറിയാം. സോ ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? 2 pi root of L by G അല്ലേ ആണ്. സോ 2 is equal to 2 pi root of L by G. L by G, G 9.8. മൊത്തം സ്ക്വയർ ചെയ്യും. അപ്പൊ ഇത് 4 ആകും. റൈറ്റ് സൈഡിൽ എന്ത് വരും? 4 pi സ്ക്വയർ വരും ഇൻറ്റു എന്ത് വരും? L by 9.8. L is, അപ്പൊ ഈ 4 കട്ടാവും. അപ്പൊ L is equal to എന്താ മക്കളെ വരിക? 9.8 by പൈ സ്ക്വയർ എന്ന് വരും. ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1ന്റെ അടുത്തുള്ളൊരു വാല്യൂ ഉണ്ടാവും കേട്ടോ. 1 മീറ്ററിന്റെ തൊട്ടടുത്തൊരു വാല്യൂ ഉണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. അപ്രോക്സിമേറ്റ്ലി 1 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ് എന്ത്? ലെങ്ത് കിട്ടുക. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കൾക്ക് ഓക്കെ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്യും. Yes. Okay. എന്താണ് മറിയം എന്ന് ചോദിച്ചല്ലോ. സർ, ഒമേഗ V/R അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ കോൺസ്റ്റന്റ് ആവുന്നത്? ഓക്കെ, എന്താ ഒമേഗ V/R ആണ്. ഇത് റൊട്ടേഷൻ മോഷൻ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ V/R ആണ്, സംശയമല്ല. പിന്നെന്താണ് ഡൗട്ട്? എന്താണ് പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ കോൺസ്റ്റന്റ് ആവുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ, എല്ലാ പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ ശ്രദ്ധിക്കാം. പ്യുവർ റൊട്ടേഷണൽ മോഷൻ ആണ് എങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്താൽ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു പാർട്ടിക്കിളിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ഒരു പാർട്ടിക്കിൾ ഇവിടെയും കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ അവർ കറങ്ങി ഇവിടെ എത്തിയതാ. ഇവിടെ എത്തി. ഓക്കെ, ഇതിൽ ഈ എ എന്ന പാർട്ടിക്കിൾ ഇവിടെ എത്തി, ബി എന്ന പാർട്ടിക്കിൾ ഇവിടെയും എത്തി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന ഈ ഒരു പാർട്ടിക്കിൾ ഇതാ, ഈ ബി എന്ന പാർട്ടിക്കിൾ ഇതാ, അവർ രണ്ടുപേരും സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ, അവർ രണ്ടുപേരും പോയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ഈ പോയിന്റ് എ ഡാഷ്, ഇത് ബി ഡാഷ് കൊടുത്തോ. എ ടു എ ഡാഷ് എത്ര സമയം എടുക്കുവോ അതേ സമയമല്ലേ ബി ടു ബി ഡാഷ് എടുക്കുള്ളൂ. അപ്പൊ എ എന്ന പാർട്ടിക്കിളിന്റെ ആംഗുലർ വെലോസിറ്റി കാണുകയാണെങ്കിൽ അത് എന്തായിരിക്കും മക്കളെ? അതെന്താ ഉണ്ടാവുക? തീറ്റ ബൈ ടൈം ടേക്കൺ. ഇനി ഒമേഗ ബി കാണുകയാണെങ്കിലോ അത് ട്രാവൽ ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ടേക്കൺ. എയിൽ നിന്ന് എ ഡാഷിലേക്ക് എത്താനും ബിയിൽ നിന്ന് ബി ഡാഷിലേക്ക് എത്താനും സെയിം ടൈം അല്ലേ? അങ്ങനെയാണ് എന്ത് വന്നത്? ഒമേഗ രണ്ടാളതും സെയിം ആണ്. ഒമേഗ എല്ലാവരും എന്താണ്? സെയിം ആയിരിക്കും. അപ്പൊ റൊട്ടേഷൻ മോഷനിൽ ആംഗുലർ വെലോസിറ്റി, ഒരു ബോഡി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ, ഇങ്ങനെ പ്യൂർ റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ ആ ബോഡിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിളിന്റെ ഒമേഗ വാല്യൂ എന്തായിരിക്കടാ? കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. മറിയം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. യെസ്, വെക്റ്റർ അല്ലേ വീന്റെ ഡയറക്ഷൻ മാറുമ്പോൾ? അല്ല, വീന്റെ ഡയറക്ഷൻ മാറിയോട്ടെ. വീന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ആറിന്റെ ഡയറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പൊ നീ വി ഒമേഗ ക്രോസ് ആർ വി ഇസ് ഈക്വൽ ടു
ഒമേഗ ക്രോസ് ആർ ആണല്ലോ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം വിന്റെ ഡയറക്ഷൻ മാറാനുള്ള കാരണം എന്താ? വിന്റെ ഡയറക്ഷൻ മാറാനുള്ള കാരണം ആറിന്റെ ഡയറക്ഷൻ മാറുന്നതാ. ഓക്കെ, ആറിന്റെ ഡയറക്ഷനും കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആറ് മാറുന്നത് കൊണ്ടാണ് ആര് മാറുന്നത്? വി മാറുന്നത്. ഓക്കെ അല്ലേ? ആര് മാറുന്നില്ല? ഒമേഗ യൂണിഫോം എന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ ഒമേഗ ചേഞ്ച് ചെയ്യൂല. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നോക്ക്, ലിസൺ. Which one of the following relationships between the acceleration a and displacement x of a particle involves simple harmonic motion? Simple harmonic motion ഇതിൽ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യാൻ? മക്കൾ നോക്ക്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എ ആണോ? അവിടേക്ക് ഒന്നാമത്തെ ഓപ്ഷൻ a is equal to 5x, പിന്നെ a is equal to minus 200x square, പിന്നെ എന്താ a is equal to minus 5x, പിന്നെ a is equal to 100x cube. ഇങ്ങനെ വന്ന് ഇതെന്തല്ല സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല. കാരണം എന്താ? അങ്ങനെ ആവണമെങ്കിൽ ആക്സിലറേഷൻ മൈനസ് എക്സിന് എന്താവണം? പ്രപ്പോർഷണൽ ആവണം. അപ്പൊ ഇതുമല്ല. സോ എന്താ? യെസ്, എന്താണ്? ഈ ഓപ്ഷനിൽ നെഗറ്റീവും ഉണ്ട്, പിന്നെ എക്സും ഉണ്ട്. അതുകൊണ്ട് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷന് ഇങ്ങനെയാണ് ആവേണ്ടത്. എന്താവാൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാൻ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നോക്ക്. എന്താ? The simplest example of simple harmonic motion is the oscillation of a simple pendulum. Okay, statement ആണ്. Derive an expression for the period of oscillation of simple. ഇന്നലെ പറഞ്ഞ കാര്യം ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഫ്രീക്വന്റ് ആയി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മറന്നു പോവണ്ട, എന്തായാലും പഠിച്ചു വെക്കണം. അടുത്ത്, in a simple pendulum made of a metallic wire, what will happen to the period when the temperature increases? അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന് എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യും മക്കളെ? കൂടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കട്ടോ. യെസ്, ഇൻക്രീസസ്. ഓക്കെ, ഇതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റീസൺ ചോദിക്കുന്നുണ്ട്. റീസൺ പറഞ്ഞോ. When temperature increases, the length of metallic wire also increases. So that according to the equation T is equal to 2 pi root of L by G, when L increases, T also increases. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. What is time period of seconds pendulum? എന്താ കണ്ടു? ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിന്റെ എന്താണ് ചോദിച്ചത്? എന്താ വെച്ചാൽ വാട്ട് ഈസ് ടൈം പീരീഡ്? ഇതൊന്നുമില്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആ. എത്രയാണ് ടൈം പീരീഡ് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം എന്നല്ലേ ക്വസ്റ്റ്യൻ? 2 seconds. ഓക്കെ, 2 seconds. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. All type of simple harmonic motion are periodic in nature. Okay, എല്ലാ ടൈപ്പ് സിമ്പിൾ ഹാർമോണിക് മോഷനും എന്താ? പീരിയോഡിക് ആണ്. Now, derive the mathematical expression for kinetic and potential energy of a particle executing simple harmonic motion. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജിന്റെയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിന്റെയും ഇക്വേഷൻ ഉണ്ടാക്കാൻ. സോ ലിസൺ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. x is equal to a sin omega t. a sin omega t ഇതെടുക്കാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഒന്നുമില്ല. സോ x equal to a sin omega t വെച്ച് തുടങ്ങിയാൽ മതി. ഓക്കെ, സോ ഫ്രം ഹിയർ മക്കളെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി വിച്ച് ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? അത് ഹാഫ് ഇൻറ്റു k ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു k ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? a sin omega t ആണ്. എന്താണ്? a sin omega t. അപ്പോൾ അതിന്റെ എന്തുണ്ടാവുകടാ? അതിന്റെ സ്ക്വയർ ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു k ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നുണ്ടാവും. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിന്റെ എന്ത്? എക്സ്പ്രഷൻ. ഹാഫ് k a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ. ഇനി മക്കളെ നമുക്ക് അടുത്ത് കാണേണ്ടത് എന്താ? കൈനറ്റിക് എനർജി. എന്താ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷന്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ അല്ലേ? ഇതല്ലേ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷന്? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം v ഫൈൻഡ് ചെയ്യണം. v എങ്ങനെ കാണുക? v is equal to dx by dt. v is equal to dx by dt. That is d by dt of x എന്താ? a sin omega t. ശരിയല്ലേ? That is equal to a sin എന്തായി മാറും? cos omega t ആയി മാറും. ഇൻറ്റു എന്തുണ്ടാകും? ഒമേഗ ഉണ്ടാവും. സോ a omega cos omega t എന്നുണ്ടാകും എന്ത്? വെലോസിറ്റി. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ മക്കളെ? നമുക്ക് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്താ വെലോസിറ്റി? a omega
കോസ് ഒമേഗ ടി എന്ന് കൊടുക്കും. കോസ് ഒമേഗ ടി എന്ന് കൊടുക്കും. ആർക്ക്? വിക്ക്. അതിന് സ്ക്വയറും ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു half into m a square omega square cos square omega t ഉണ്ടാവും. That is equal to m into omega square എന്ന് പറഞ്ഞാൽ അത് k ആണ്. m omega square എന്താണ്? k ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? half into k into a square cos square omega t എന്ന് എഴുതാം. That is expression for kinetic energy. Okay അല്ലേ? That is expression for kinetic energy. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷനുമായി കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനുമായി ഇനി ടോട്ടൽ എനർജി ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഹാഫ് കെ എ സ്ക്വയർ രണ്ട് സ്ഥലത്തു നിന്നും പുറത്തേക്ക് വരും. സോ ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി, സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആയി മാറും. സോ ഹാഫ് കെ എ സ്ക്വയർ എന്ന് വരും ഫൈനൽ ആൻസർ കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. സോ ഇതാണ്, ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? സോ ഇങ്ങനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹിയർ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. റൈറ്റ്? ഓക്കെ, യെസ് 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 യെസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കടാ. Oscillation of simple pendulum is an example of simple harmonic motion. Derive the period of oscillation of a simple pendulum. നമ്മൾ പറഞ്ഞു t is equal to 2 pi out of L by J എങ്ങനെ കിട്ടിയെന്നുള്ള നമ്മൾ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ കണ്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? ചോദിക്കും. നോക്കാം അടുത്ത്. Define simple harmonic motion. എന്താ മക്കളെ simple harmonic motion? A motion is said to be in simple harmonic if it moves to and fro about a mean position after a fixed intervals of time, and the acceleration of the particle at any instant of time is directly proportional to its displacement and it should act towards its mean position. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോളാം. എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ്? ഒന്ന്, എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് പറയാം എപ്പോൾ ആ പാർട്ടിക്കിൾ മെയിൻ പൊസിഷന് ടു ആൻഡ് ഫ്രോ മോഷനിലായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആ പാർട്ടിക്കിൾ ഫിക്സഡ് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം? ഈ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആ പാർട്ടിക്കിളിന് ഏത് ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷനും അതിന്റെ അപ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. നാലാമത്തെ എന്താണ്? ഈ ആക്സിലറേഷൻ മെയിൻ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും വേണം? ആക്ട് ചെയ്യും വേണം. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഡെഫിനിഷനിൽ ഉൾക്കൊള്ളിച്ചാൽ അതെന്തായി? സിമ്പിൾ ഹാർമോണിക് മോഷനായി പ്രത്യേകം ശ്രദ്ധിക്കാം. A body is said to be in simple harmonic motion if it moves to and fro about a mean position after a fixed intervals of time, and its acceleration at any instant is directly proportional to its displacement at that instant, and acceleration should act towards its mean position. Then such type of particle is known as are said to be in simple harmonic motion. That's all. Adutha. For a simple harmonic motion, time period is 2 seconds. If displacement from the mean position is 10 centimeter, calculate instantaneous acceleration. Big question. Time period എത്രയാണ്? 2 seconds. Displacement from mean position is x. 10 centimeter, 10 raised to minus 2 meter എന്ന് എഴുതാം. Calculate instantaneous acceleration. നമ്മൾ എന്ത് കാണാൻ പറഞ്ഞു? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കാണുക? A is equal to minus omega square x അല്ലേ? That is equal to ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2 pi by t ആണ്. That is equal to 2 pi by t എത്ര? 2. കട്ടാവുമ്പോൾ എത്ര ഉണ്ടാവും? ഒമേഗ എന്ന് പറഞ്ഞാൽ പൈ എന്നുണ്ടാവും. അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ minus pi square into 10 into 10 raised to minus 2, that is equal to minus pi square into 10 raised to minus 2 എത്ര ആയിരിക്കും? 0.1 ഉണ്ടാവും. സോ അത് ചെയ്താൽ മതി. പൈ സ്ക്വയർ ഏകദേശം 10 ഉണ്ടാവും. ഏകദേശം 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് അടുത്തുണ്ടാവും വാല്യൂ കേട്ടോ. സോ ചെയ്താൽ മതി. മൈനസ് 0.1 പൈ സ്ക്വയർ എന്നുണ്ടാവും. എത്രയും എന്ത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ടൈം പീരീഡ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് ആ ഇൻസ്റ്റന്റിലുള്ള എന്ത് കാണാൻ പറഞ്ഞ്? ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാല് ഇതാണ് മെത്തേഡ്. ക്ലിയർ ആണോ? റെഡി ആണോ? സെറ്റ് ആണോടാ? ഞാൻ പറഞ്ഞേ ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്? ആൻസർ ഇങ്ങനെ പറഞ്ഞു പോവാ അല്ലെ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ?
സി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താ സി ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിക്കേ. എന്താ സി ക്വസ്റ്റ്യന്? എന്താ ഗ്രാഫിക്കലി എന്തോ ഒരു കാര്യം കാണാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ? ഓക്കെ, ഗ്രാഫിക്കലി ഗ്രാഫ് വരക്കാനാ. ഷോ ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ പെൻഡുലം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഗ്രാഫിക്കലി ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷനനുസരിച്ച് അതിന്റെ എന്ത് കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. സോ വൈ ആക്സിൽ എനർജിയും എക്സ് ആക്സിൽ ഇത് 0, എക്സ് വാല്യൂ 0 മീൻ പൊസിഷന്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താണ്? പോസിറ്റീവ് എക്സ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്? നെഗറ്റീവ് എക്സ് ആണ്. അപ്പൊ പറഞ്ഞത് എന്ത് വരക്കാനാ പറഞ്ഞത്? കൈനറ്റിക് എനർജിന്റെ വേരിയേഷന്റെ ഗ്രാഫാണ് വരക്കാൻ പറഞ്ഞത്. മക്കളെ ഈ കൈനറ്റിക് എനർജി ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ ഇവൻ ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ ആണ്. പിന്നെ ഇപ്പം ഇവിടെ വരെ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് കംപ്രസ് ആയിട്ട് ഇവിടെ വരെ എത്തും ചെയ്യും. ഓക്കെ, ഇങ്ങനെ മൂവ്മെന്റ്. അപ്പൊ ഇവൻ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നിൽക്കൂലേ? ഇവിടെ എത്തുമ്പോൾ നിൽക്കുമ്പോൾ വെലോസിറ്റി എന്താ? 0. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ എന്താ? മാക്സിമം വെലോസിറ്റി ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? നിൽക്കും. പിന്നെ അങ്ങോട്ട് പോണം. അപ്പൊ ഇവിടെയും വെലോസിറ്റി എന്താ? 0. വെലോസിറ്റി 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്താ? 0. അപ്പൊ മെയിൻ പൊസിഷനിൽ എന്താ? കൈനറ്റിക് എനർജി മാക്സിമം. രണ്ട് എക്സ്ട്രീം എൻസിൽ എന്താ? കൈനറ്റിക് എനർജി മിനിമം അല്ലേ? അപ്പൊ നമുക്ക് പറയാം മാക്സിമം ആയിരിക്കണം മക്കളെ എന്ത്? കൈനറ്റിക് എനർജി എപ്പോൾ? മെയിൻ പൊസിഷനിൽ. മാക്സിമം വാല്യൂ ഓഫ് എക്സ് അപ്പോൾ അവിടെയൊക്കെ 0 ആയിരിക്കണം. സോ ഇവിടെയും 0 ആണ്. ഇവിടെ എന്താ മക്കളെ? 0. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവുക. ക്ലിയർ മക്കളെ? സെറ്റ് ആണോ? ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ചോദിക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് നിങ്ങൾ വരക്കേണ്ടത് ഇങ്ങനെ കേട്ടോ. പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് കൈനറ്റിക് എനർജി 0 ആവുന്നിടത്ത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വരച്ചോളുക. ഇനി ടോട്ടൽ എനർജിന്റെ ഗ്രാഫ് അഥവാ വരക്കാൻ പറയുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക. ടോട്ടൽ എനർജിന്റെ ഗ്രാഫ് വരക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ടോട്ടൽ എനർജി ഗ്രാഫ് ഉണ്ടാവുക. സോ എല്ലാം ഞാൻ വരച്ചു. ഓക്കെ, ഈ യെല്ലോയിൽ കാണുന്ന എന്താണ്? കൈനറ്റിക് എനർജിയാണ്. വൈറ്റിൽ കാണുന്ന എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. റെഡിൽ കാണുന്നത് എന്താണ്? ടോട്ടൽ എനർജിയാണ്. എല്ലാം ആയി. ചോദിച്ചത് ഇവിടെ എന്ത് മാത്ര? കൈനറ്റിക് എനർജി മാത്ര ചോദിച്ച്. അപ്പൊ നിങ്ങൾ എന്ത് മാത്രം വരച്ചാൽ മതി? ഈ റാ മാത്രം വരച്ചാൽ മതി. യു വരക്കണ്ട. മനസ്സിലായോ? റാ ആണ് കൈനറ്റിക് എനർജി, യു ആണ് പൊട്ടൻഷ്യൽ എനർജി, സ്ട്രെയിറ്റ് ലൈൻ എന്താ? ടോട്ടൽ എനർജി. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. കേട്ടല്ലോ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം മക്കളെ. നോക്കട്ടോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താ? മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. What do you mean by simple harmonic motion? പറഞ്ഞ കാര്യമല്ലേ മക്കളെ? വീണ്ടും പറയണ്ടല്ലോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ? ഡിഫൈൻ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, the acceleration due to gravity on the surface of moon is 1 point. അപ്പോൾ g value at moon is 1.7 meter per second square. അടുത്ത്, what is the time period of a simple pendulum on the moon? അപ്പോൾ ടൈം പീരീഡ് ഓൺ മൂൺ കാണണം. എന്താ ഇക്വേഷൻ? 2 pi root of L by G ആണ്. gm എന്ന് കൊടുക്കുക കേട്ടോ. If its time period on earth is 3.5 seconds. Yes, okay. അപ്പോൾ എർത്തിലെ ടൈം പീരീഡ് എത്രയാണ്? 3.5 seconds ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എർത്തത്തെ എങ്ങനെ കാണുക? 2 pi root of എന്ത്? L by G of earth. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് T is equal to 2 pi root of L by G at earth. ലെങ്ത് രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കൂലേ? അപ്പൊ G എന്ന് എഴുതി. എന്നിട്ട് ഞാൻ രണ്ടും ഡിവൈഡ് ചെയ്യും. രണ്ടും അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? LHS Tm by Te is equal to 2 pi കട്ട് L കട്ട്. അപ്പൊ എന്താ? റൂട്ട് ഓഫ് 1 by gm by റൂട്ട് ഓഫ് 1 by ge എന്നുണ്ട്. അപ്പൊ GE മുകളിൽ കയറുമ്പോൾ എന്താ? റൂട്ട് ഓഫ് GE by gm എന്നുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്താ? GE എത്ര? G എർത്തിലെ വാല്യൂ 9.8 കൊടുത്തോ. gm മൂന്നത്തെ G വാല്യൂ ഇങ്ങനെ തന്നു. എത്ര? 1.7. So this becomes 1.7. കൊടുക്കുക. ഇവിടെ എന്താ? Tm എന്താ വരിക? Tm is equal to Te into root of 9.8 by 1.7 is equal to എർത്തിലെ ടൈം പീരീഡ് എത്ര മക്കളെ പറഞ്ഞത്? എർത്തിലെ ടൈം പീരീഡ് എത്ര പറഞ്ഞത്? 3.5 seconds ആ. അപ്പൊ 3.5 into root of 9.8 by 1.7. ഇത് സോൾവ് ചെയ്താൽ അത്രയും സെക്കൻഡ്സ് ഉണ്ടാകും. എന്ത്? ടൈം പീരീഡ് ഓഫ് ദാറ്റ് പെൻഡുലം അറ്റ് മൂൺ. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? ഓക്കെ. നൗ അപ്പൊ ആ ക്വസ്റ്റ്യന് നൈസ് ആയിട്ട് കഴിയുന്നതോട് കൂടി ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ആയില്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നല്ല നല്ല ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ബിക്കോസ്
വളരെയധികം ചാൻസ് കൂടുതലുള്ള ക്ലാസ് മീൻസ് എന്താണ് ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ നിർബന്ധമാണ് മക്കളെ. സോ ഓസിലേഷന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ നെക്സ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? സോ നമ്മൾ സമയം അധികം എടുക്കുന്നില്ല ബിക്കോസ് നമുക്ക് എന്താണ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാണ്ട ഒരുപാട്. അപ്പൊ ഞാൻ ആ കുറഞ്ഞ പീരീഡ് ഓഫ് ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാണ് വേഗം ഞാൻ സോൾവ് ചെയ്ത് പോവാണ്. കാരണം നിങ്ങളുടെ സമയം അത്രക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് വേഗം പറഞ്ഞു പോവാ കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. നൗ വേവ്സിലെ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫ്രീക്വന്റ് ആയി ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിലേക്ക് മോർ ഫോക്കസ് കൊടുത്താണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ലിസൺ. A wave is represented by the equation y of x is equal to a sin kx plus omega t. മക്കളെ y of xt എന്ന സാധനം എന്താണ്? a sin kx plus omega t. മക്കളെ ഈ ഇക്വേഷനിൽ ഒരു ആംപ്ലിറ്റ്യൂഡ് ടേം വരിക, ഒരു സൈനോ കോസോ വരിക, ഒരു കെ എക്സ് ടേമും ഒരു ഒമേഗ ടി ടേമും വരിക, അവർക്കിടയിൽ പ്ലസോ മൈനസോ ആവുക. അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന ഇക്വേഷന് ഒരു പ്രൊപ്പഗേറ്റിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ്, ഒരു ട്രാവലിംഗ് വേവിന്റെ എന്താണ് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ഇറ്റ് എ ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്? മൂവ് ചെയ്യാത്ത ട്രാവൽ ചെയ്യാത്ത വേവ് ആണോ ട്രാവലിംഗ് വേവ് ആണോ ക്വസ്റ്റ്യൻ. അപ്പൊ ദാ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, സൈനോ കോസോ ഉണ്ട്, ഉള്ളിൽ കെ എക്സ് ഉണ്ട്, ഒമേഗ ടി ഉണ്ട്, അവർക്കിടയിൽ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പൊ സംശയിക്കണ്ട, ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്, സംശയമല്ല. ഓക്കെ ട്രാവലിംഗ് വേവ് ആണ്. അടുത്ത് വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെന്റ്സ്? ഒമേഗ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഓക്കെ എന്താണ്? ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിക്കാറുണ്ട്, ആംഗുലാർ ഫ്രീക്വൻസി എന്നും വിളിക്കാറുണ്ട്. ആരെ? ഒമേഗനെ. അപ്പൊ ഒമേഗ എന്താന്നുള്ളത് പറഞ്ഞു. ഇനി എന്താണ് കെ? കെ എന്ന് പറഞ്ഞാൽ അതെന്താണ് മക്കളെ? ആംഗുലാർ വേവ് നമ്പർ ആണ് കേട്ടോ. എന്താണ്? ആംഗുലാർ വേവ് നമ്പറാ. ഇവരെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ ടി ആണ്, കെ ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡയുമാണ്. മറന്നു പോകരുത്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഒമേഗയും കെയും എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ വേവ് ലെങ്ത് കാണണം മക്കളെ. വേവ് ലെങ്ത് കിട്ടിയ കെന്റെ ഉള്ളുന്ന കെ എന്താ? കെ എന്താ? 2π ബൈ എന്താണ്? ലാംഡയാണ്. സോ ഫ്രം ഹിയർ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2π ബൈ കെ എന്നെഴുതാം. ഇതാണ് നിങ്ങളോട് പറഞ്ഞ ഇക്വേഷൻ. ഇത് പറഞ്ഞു നമ്മൾ. ഓക്കെ അല്ലേ? സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ ഫോർ വേവ് ലെങ്ത് ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വേവ് ലെങ്ത്തിന്റെ എന്ത് കിട്ടി? എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഓക്കെ ആണോ? റെഡി? യെസ്. ഓക്കെ നെക്സ്റ്റ് ആരൊന്ന് പറഞ്ഞു? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്, വിളിക്കാറുണ്ട്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ ആംഗുലാർ വേവ് നമ്പർ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. റെഡി? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാ. നോക്കടാ എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ വയർ 0.72 മീറ്റർ ലോങ് ഹാസ്, ലിസൺ, ലെങ്ത് ഓഫ് വയർ ഈസ് 0.72 മീറ്റർ ആണ്. ഹാസ് എ മാസ് ഓഫ്, അവന് മാസ് ഉണ്ട് എത്ര? 5×10⁻³ കിലോഗ്രാം മാസ് ഉണ്ട്. ഇഫ് ദ വയർ ഈസ് അണ്ടർ എ ടെൻഷൻ ഓഫ് the wire is under a tension of 60 Newton. What is the speed of transverse wave on the wire? Okay, എന്ത് കാണണം? V transverse wave ന്റെ സ്പീഡ് കാണണം, V കാണണം. മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് V is equal to root of T by mu എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് a transverse wave on a structured string നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. V is equal to root of T by mu. ഇക്വേഷൻ പഠിച്ചു വെക്കണം. From this equation നമുക്ക് T എന്താ നമുക്കറിയാം? എത്ര? 60. mu എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആ. അപ്പൊ mu നമുക്ക് കാണാനുള്ള ആൾക്കാരുണ്ട് അല്ലേ? മാസ് പെർ യൂണിറ്റ് ലെങ്ത് കാണാം. ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. മാസ് എത്ര? 5×10⁻³ ലെങ്തോ 0.72. ഇത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യുമ്പോൾ mu കിട്ടും. ആ മ്യൂന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൂട്ട് ഓഫ് 60/μ ചെയ്യണം. അപ്പൊ ആൻസർ ആയി. ഓക്കെ അല്ലേ? അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആൻസർ ഉണ്ടാകും. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മക്കളെ നോക്കടാ. A transverse harmonic wave on a string is described by y of x is equal to 3 sin
36t plus 0.01x plus pi by 4. ഈ ക്വസ്റ്റ്യൻ നോക്കണം. where x and y are in centimeter നോട്ട് ചെയ്യണം, t in second നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. is this a traveling wave or stationary wave? ഞാൻ പറഞ്ഞു മക്കളെ, kx വന്നിട്ടുണ്ട്, ഒമേഗ ടിയും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അവർക്കിടയിൽ പ്ലസോ മൈനസോ ഉണ്ട്, പിന്നെ ഒന്നും നോക്കാനില്ല, അത് ട്രാവലിംഗ് വേവ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എന്ത് വേവ് ആണ്? ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ്. നെക്സ്റ്റ്. വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? മക്കളെ ശ്രദ്ധിക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ആള് സൈനിന്റെ അല്ലെങ്കിൽ കോസിന്റെ മുമ്പുള്ള നമ്പർ ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. സോ ഒരു സംശയം വേണ്ട, ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്ററിനെ എഴുതാവൂ. മീറ്റർ ആക്കി പറഞ്ഞെങ്കിൽ 3 × 10⁻² മീറ്റർ. കാരണം y എന്ന് പറയുന്നത് എക്സും വൈയും ഒക്കെ സെന്റിമീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ y എന്തിലാണ്? സെന്റിമീറ്ററിലാണ്. സോ അപ്പൊ ഈ നമ്പർ എന്തായിരിക്കും? സെന്റിമീറ്ററിലായിരിക്കും, ഉറപ്പാണ്. കാരണം y സെന്റിമീറ്റർ ആകണമെങ്കിൽ ഈ നമ്പർ സെന്റിമീറ്ററിലാവണം. കാരണം സൈൻ എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് സെന്റിമീറ്റർ ആവണമെങ്കിൽ ഈ 3 എന്താവണം? സെന്റിമീറ്റർ ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് സെന്റിമീറ്റർ ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താ? ഫ്രീക്വൻസി കാണാൻ പറഞ്ഞു. ഫ്രീക്വൻസി എവിടെ ഉണ്ടാവുക? ഒമേഗയിലാണ് ഫ്രീക്വൻസി ഉണ്ടാവുക. ഒമേഗ എവിടെ ഉണ്ടാവുക? ടീന്റെ ഒപ്പം. അപ്പൊ ആ ടീന്റെ ഒപ്പമുള്ള ഒമേഗ ആയിരിക്കും, എക്സിന്റെ ഒപ്പമുള്ള കെയു ആയിരിക്കും. സോ ടീന്റെ ഒപ്പം 36. അപ്പൊ ഒമേഗ എത്ര? 36. ശരിയല്ലേ എന്ന്? ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ എന്നും എഴുതിക്കൂടെ? 2π/t ആണ്, 1/t ന്യൂ അല്ലേ? അപ്പൊ 2π ന്യൂ എഴുതാല്ലേ, ഇസ് ഈക്വൽ ടു എന്താടാ? 36. സോ വാട്ട് ഈസ് ന്യൂ? 36/2π എന്ന് വരും. അത്രയും ഹെഡ്സ്. സോൾവ് ചെയ്യണേ, സോൾവ് ചെയ്ത് വെക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറയാ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡി. നെക്സ്റ്റ്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ ഈസ് π/4. ഒറിജിനില് ഇനീഷ്യൽ ഫേസ് ഇല്ലായിരുന്നുവെങ്കിൽ ആ π/4 ഉണ്ടാവില്ല. അപ്പം ഒമേഗ ടിയും അതുപോലെ കെ എക്സും അല്ലാതെ ഒരു നമ്പർ വന്നാൽ that will be known as initial phase angle. So initial phase angle എത്ര? π/4 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആ, ഡയറക്റ്റ് നമുക്ക് നോക്കി പറയാൻ പറ്റും. അടുത്ത്, what is the least distance between two successive crusts in the wave? മക്കളെ, രണ്ട് അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലുള്ള അകല ചോദിച്ച്. രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലെന്ന് പറഞ്ഞാൽ ഇതും തമ്മിലുള്ള അകലല്ലേ? അതാണല്ലോ വേവ് ലെങ്ത്. രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലമാണെങ്കിലും എന്താണ്? വേവ് ലെങ്ത് ആണ്. സോ നോ ഇഷ്യൂസ്. സോ ലിസൺ. അപ്പൊ വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? അപ്പൊ അത് വേവ് ലെങ്ത് ആ കാണാൻ പറഞ്ഞത്. വേവ് ലെങ്ത് ഉണ്ടാവുക കെന്റെ ഒപ്പം. കെ ആരപ്പം ഉണ്ടാവുക? എക്സിന്റെ ഒപ്പം. സോ എക്സിന്റെ ഒപ്പമുള്ള കെ ആണ് 0.018. കെ എന്ന് പറഞ്ഞാൽ എന്താ? 2π/λ. അപ്പൊ എന്താ? 0.018. ഇപ്പൊ ലാംഡ എന്താ? ലാംഡ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താൽ എന്താ? 2π/0.018. ഇത് സോൾവ് ചെയ്താൽ അത്രയും മീറ്റർ ആയിരിക്കും മക്കളെ എന്ത്? വേവ് ലെങ്ത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? അല്ല, ഒരു സെക്കൻഡ്. അത്രയും മീറ്റർ അല്ല വരിക, സെന്റിമീറ്റർ വരിക കേട്ടോ. കാരണം എന്താ? കാരണം ഞാൻ പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കുക. കാരണം എക്സ് സെന്റിമീറ്ററിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് സെന്റിമീറ്ററിലാകണമെങ്കിൽ എക്സിന്റെ ഒപ്പമുള്ള ആൾ എന്താണോ? പെർ സെന്റിമീറ്റർ ആകണം. അപ്പൊ പെർ സെന്റിമീറ്റർ ഉണ്ടാകാവൂ ആര്? കെ. പെർ സെന്റിമീറ്റർ ആകണമെങ്കിൽ 2π/λ എന്താവണം? പെർ സെന്റിമീറ്റർ ആകണം. സോ പെർ സെന്റിമീറ്റർ ആകണമെങ്കിൽ ലാംഡ എന്താകണം? സെന്റിമീറ്ററിലാവണം. സോ ലാംഡ സെന്റിമീറ്ററിലാണ് ഉണ്ടാവുക. ഇത് കിട്ടിയത് നിങ്ങൾക്ക് സെന്റിമീറ്ററിലാണ്. ആ യൂണിറ്റിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളുക. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ്. റെഡി. എന്തുകൊണ്ട് സെന്റിമീറ്റർ ആയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോളുക കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ. എ സ്റ്റീൽ വയർ ഹാസ് എ ലെങ്ത് ഓഫ് 12 മീറ്റർ. ഒരു സ്റ്റീൽ വയർ ഉണ്ട്, അതിന് ലെങ്ത് 12 മീറ്റർ ആണ് അല്ലെ? ആൻഡ് എ മാസ് ഓഫ് 2.1 kg. എത്ര മാസ് ഉണ്ട് മക്കളെ? 2.1 കിലോഗ്രാം മാസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ വയർ ഇഫ് സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ ദ വയർ ഈസ്? അപ്പോ സ്പീഡ് നിങ്ങൾക്ക് അറിയാം 343 ആണ്. എന്താ കാണാൻ പറഞ്ഞ്? ടെൻഷൻ അല്ലേ കാണാൻ പറഞ്ഞു. സോ വി വാണ്ട് ടു ഫൈൻഡ് ടി. What is the expression for velocity on a stretched wave? V is equal to root of T/mu. T/mu. Square ചെയ്യുമ്പോൾ V square is equal to T/mu. From here what is T? T is equal to V square into mu എന്ന് വരും. mu കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. mu എന്താണ്? ടോട്ടൽ മാസ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. 2.1/12 ആണ്. സോൾവ് ചെയ്തെങ്കിൽ mu കിട്ടും.
ആ മ്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്താ, വി സ്ക്വയർ എത്ര, 343ന്റെ സ്ക്വയർ ഇൻറ്റു 2.1/12 എന്നുണ്ടാവും. ഇത് ചെയ്താൽ എന്താണോ ആൻസർ കിട്ടുക അതായിരിക്കും നമ്മുടെ ആൻസർ. അത്രയും എന്ത്, ന്യൂട്ടൺ. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് നോക്ക് എന്താണ്. While conducting a resonance column experiment in the laboratory, you can hear the maximum sound at a certain height. Which phenomenon is responsible for this? മക്കളെ, നിങ്ങൾ റെസണൻസ് കോളം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഒരു കോളം, ഒരു പൈപ്പ്, ആ പൈപ്പ് ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് കുറച്ച് ഭാഗം എയർ ഉണ്ടാവും പൈപ്പിന്റെ കേട്ടോ. അങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ നല്ലൊരു ബിഗ്ഗർ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ആ ബിഗ്ഗർ സൗണ്ട് കേൾക്കുന്നതിന് ആ ഒരു ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് എന്ത്, റെസണൻസ് കോളം എക്സ്പീരിയൻസ് എന്നാ വിളിക്കുക. അപ്പൊ ആ ഫിനോമിനൻ എന്താ വിളിക്കല്, റെസണൻസ്. ഓക്കെ അല്ലേ, എന്താ വിളിക്കല്, റെസണൻസ് എന്നാ വിളിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ റെസണൻസ് ആണ് ഈ ഒരു ഫിനോമിനൻ. റൈറ്റ്, റെഡി? ഓക്കെ, സോ റെസണൻസ് എന്നാണ് ആ ഒരു ഫിനോമിനൻ വിളിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞു എന്താണ്, വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്, റെസണൻസ്. റൈറ്റ്, നെക്സ്റ്റ് അടുത്ത്. Is resonance column apparatus an open pipe or a closed pipe? ഒരു ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഓപ്പൺ ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ക്ലോസ്ഡും മറ്റേ ഭാഗം ഓപ്പണും ആയിരിക്കണം. അപ്പൊ റെസണൻസ് കോളം എക്സ്പെരിമെന്റ് എന്താ, ഒരു സാധാ പൈപ്പാ, രണ്ട് ഭാഗവും ഓപ്പൺ ആയിരിക്കും. ഓക്കെ അല്ലേ? സോറി, രണ്ട് ഭാഗവും ഓപ്പൺ ആണ്, പക്ഷേ അടി വെള്ളം ഉണ്ടാവും. വെള്ളം ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, ക്ലോസ് ആക്കും. അപ്പൊ സംഭവിക്കുക എന്താ, ക്ലോസ് ആയിരിക്കും. അപ്പൊ ക്ലോസ്ഡ് പൈപ്പാണ് ഏതിന്റെ കേസിൽ വരിക, റെസണൻസ് കോളത്തിന്റെ കേസിൽ ഏത് പൈപ്പ് ഉണ്ടാവുക, ക്ലോസ്ഡ് പൈപ്പാ വരിക കേട്ടോ. ക്ലോസ്ഡ് പൈപ്പാ വരിക കേട്ടോ. യെസ്. ഇനി അടുത്ത് മക്കളെ എന്താ നോക്കടാ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഫസ്റ്റ് 3 ഹാർമോണിക്സ് ഇൻ ദ റെസണൻസ് കോളം അപ്പാരറ്റസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെസണൻസ് കോളത്തിന്റെ ആ ആദ്യത്തെ 3 ഇതങ്ങ് വരക്കാം. ആദ്യം ഒന്നാമത്തെ മോഡ് വൈബ്രേഷൻ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ മോഡ് ഇതാ ഇങ്ങനെയാണ് ഒന്നാമത്തെ മോഡ് ഉണ്ടാവുക. സോ ഈ നീളം, പൈപ്പ് നീളമാണ് L. സോ ഇത് ശരിക്കും നോക്കിയാൽ മനസ്സിലാക്കുക, അത് നോഡാണ്. ഇവിടെ എന്താ വരിക, ആന്റി നോഡ്. ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ λ/4 ആയിരിക്കും. അപ്പൊ ഈ ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് വിൽ ബി ഈക്വൽ ടു λ/4. ഓക്കെ, അവിടെ എഴുതാം, ലെങ്ത് വിൽ ബി ഈക്വൽ ടു λ/4 ആണ്. ഫ്രം ഹിയർ λ ഇസ് ഈക്വൽ ടു 4L എന്ന് എഴുതാം. സോ നമുക്കറിയാം ഇക്വേഷൻ, ഫ്രീക്വൻസി ഓക്കെ ന്യൂ ഇസ് ഈക്വൽ ടു ഓക്കെ v/λ എന്ന് എഴുതാം. ഫ്രം ഹിയർ ഇത് ന്യൂ 1 കൊടുത്തോ, ന്യൂ 1 ഇസ് ഈക്വൽ ടു v/λ എന്ന് പറഞ്ഞാൽ 4L ആണ്. സോ ന്യൂ 1 ഇസ് ഈക്വൽ ടു v/ എന്ത് എഴുതാം, 4L എന്ന് എഴുതാം. ഇനി v വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, റൂട്ട് ഓഫ് ഗാമ പി ബൈ ഒന്നും അപ്പോൾ അതിലേക്ക് അപ്പോൾ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇത്രയും നിർത്തി. ഇനി അടുത്തത് അടുത്ത എന്താണ്, ഹാർമോണിക്കിലേക്ക് പോകുമ്പോൾ ലിസൺ, ഇതാണ് വരിക. ഇതാ ഫ്രം ദി നോഡ് ആന്റിനോഡ് നോഡ് ആന്റിനോഡ്. So this will be next one. ഇതാണ് രണ്ടാമത്തെ വരിക. So this will be node, antinode, node, antinode. ഓക്കെ, അപ്പം ഒരു നോഡും അടുത്ത നോഡും തമ്മിലുള്ള അകലം λ/2 ആണ്. ഒരു നോഡും ഒരു ആന്റിനോഡും തമ്മിലുള്ള അകലം λ/4. സോ ഇത്രയും λ/2 പിന്നെ λ/4. സോ ലെങ്ത് എത്രയാണ്, L തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം, L ഇസ് ഈക്വൽ ടു എത്ര ഉണ്ടാവും, 3/4 λ ഉണ്ടാവും അല്ലെ, 3/4 λ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഫ്രം ഹിയർ λ ഇസ് ഈക്വൽ ടു എന്താണ്, 4L/3 ഉണ്ടാവും ഈ കേസിൽ, സെക്കൻഡിൽ. ഓക്കെ, സോ 4L/3. ഫ്രം ഹിയർ വാട്ട് ഈസ് ന്യൂ 2 ഇസ് ഈക്വൽ ടു v/, നമുക്ക് λ2 കൊടുക്കുന്നാല് λ2 സെക്കൻഡ് കേസ് അല്ലേ. സോ v/λ2 ഉണ്ടാകും. സോ v ഡിവൈഡഡ് ബൈ 4L/3. ആ 3 മുകളിൽ കയറും. സോ 3v/4L ഉണ്ടാകും. സോ ന്യൂ 2 ഇസ് ഈക്വൽ ടു 3 times v/4L, that is equal to 3 times ന്യൂ 1 എന്ന് എഴുതാം. ഇത് v/4 അല്ല, v/4 നമുക്ക് ന്യൂ 1 എന്ന് എഴുതാം. സോ ന്യൂ 2 എന്താ, 3 ന്യൂ 1 എന്ന് വരും. ഓക്കെ, സോ ന്യൂ 2 becomes എന്തെന്ന് കിട്ടി, ന്യൂ 2 becomes എന്തെന്ന് കിട്ടി, ന്യൂ 2 becomes 3 ന്യൂ 1 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. ഇനി മൂന്നാമത്തെ കോളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ലിസൺ, ഇവിടെ എന്താ മക്കളെ വരിക, ഇവിടെ നോഡ് ആന്റിനോഡ് ലൈക്ക് ദിസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾ കറക്റ്റ് വരക്കാൻ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് മാർക്ക് ചെയ്തത് നോഡ്, ഇത് ആന്റിനോഡ്, ഇത് നോഡ്, ഇത് ആന്റിനോഡ്, ഇത് നോഡ്, ഇത് ആന്റിനോഡ്.
സോ നോഡും ലാംഡ ബൈ 2, നോഡും ലാംഡ ബൈ 2, അപ്പോൾ ഒരു ലാംഡ ആയി, പിന്നെ ഒരു കാൽ ലാംഡ, അപ്പോൾ എത്രയായി 1/4, 5/4 ലാംഡ. സോ L is equal to here 5/4 ലാംഡ എന്ന് വരും. ലാംഡ 3 കൊടുത്തോ, സോ എന്താ ലാംഡ 3 എന്താ വരിക 4L/5 എന്നുണ്ടാകും. സോ nu3 is equal to V by lambda 3 ആണ്, that is equal to V by 4L/5, 5 മുകളിൽ കയറും. സോ nu3 is equal to 5 times V by 4L, that is equal to 5 into nu1 എന്ന് വരും. സോ nu3 is equal to 5 nu1 എന്ന് വരും. ക്ലിയർ? സോ കാണാൻ പറഞ്ഞത് എന്താ? കാണാൻ പറഞ്ഞത് ഈ ആദ്യത്തെ 3 ഹാർമോണിക്കുകളുടെ എന്താണ് ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ ചോദിച്ചത് അല്ലേ. അപ്പൊ എന്താ മക്കളെ, nu1 is to nu2 is to nu3 will be equal to എന്താണ് nu1 is to 3 nu1 is to 5 nu1 എന്നാണ് വരിക. that will be equal to 1 is to 3 is to 5 is the right answer. simple question. okay, ഇത് നിർബന്ധമാണ് മക്കളെ, പഠിച്ചോളണം. ഓക്കെ അല്ലേ, ഇത് നിർബന്ധമാണ് ഈ ടൈപ്പ്. അപ്പോൾ അത് പിന്നെ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസ് ആണ്, ഓപ്പൺ പൈപ്പിന്റെ കേസ് ഉണ്ട്, പിന്നെ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിന്റെ കേസും ഉണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, എന്താണ് എ ട്രാവലിംഗ് വേവ് അലോങ് എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ അത് ഇക്വേഷൻ തന്നു. Now, in which the numerical constants are in SI units, calculate the wavelength and frequency of the wave. മക്കളെ wavelength കാണണം, frequency കാണണം. wavelength ഉണ്ടാവുക k ന്റെ ഒപ്പം ഉണ്ടാവുക, frequency ഒമേഗന്റെ ഒപ്പം ഉണ്ടാവുക. അപ്പോൾ k ആരപ്പം ഉണ്ടാവുക x ന്റെ ഒപ്പം. സോ x ന്റെ ഒപ്പമുള്ള k is equal to ആരാ 80. ഓക്കെ അല്ലേ, ഇവിടെ x SI യൂണിറ്റിലെന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റ് എന്താ മീറ്ററിലായിരിക്കും ഉണ്ടാവുക കേട്ടോ, എക്സും വൈയും ഒക്കെ. ഓക്കെ, സോ k 80 എന്ന് പറഞ്ഞു. സോ ഫ്രം ഹിയർ 2π by lambda ആണ് എന്ത് 80. വേറെന്ത് ആണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു 2π/80 ആണ്, ദാറ്റ് ഇസ് കട്ട് ചെയ്യുമ്പോൾ 40 ആകും. സോ π/40 ഇത് സോൾവ് ചെയ്യുക, അത്രയും മീറ്റർ ആണ് എന്ത് വേലെന്ത്. കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം, അടുത്ത കാണാൻ പറഞ്ഞത് എന്താണ് ഫ്രീക്വൻസി ഒമേഗന്റെ ഒപ്പം ഉണ്ടാവുക, ഒമേഗ ടീന്റെ ഒപ്പം ഉണ്ടാവുക. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 3 ആണ്, 2π ന്യൂ ആണ് എന്ത് 3, ന്യൂ ഇസ് ഈക്വൽ ടു 3/2π, അത്രയും എന്ത് ഹെഡ്സ് ഉണ്ടാകും. ചെയ്താൽ മതി, ആൻസർ ആയി. എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് മക്കളെ, സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ 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 കൂടുതലാട്ടോ മക്കളെ, തൊട്ടുമ്പ് ചെയ്ത് കേട്ടോ. ഇനി അടുത്ത് ഡ്രോ ഡയഗ്രാം ഷോയിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. സോ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിലെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് ആണ് നിങ്ങളോട് ഷോ ചെയ്യാൻ പറഞ്ഞത്. ഇതും കാണിക്കാൻ പറഞ്ഞു, ഇതും കാണിക്കാൻ പറഞ്ഞു, അത് വരക്കുക, അത്രേ ഉള്ളൂ. ഈ രണ്ട് ഫിഗേഴ്സ് നിങ്ങൾ വരക്കുക, ഇതാണ് ക്ലോസ്ഡ് പൈപ്പിന്റെ കേസ് കേട്ടോ. ഓക്കെ, ഇനി write the equation for the fundamental frequency in terms of length of the pipe. ഓക്കെ അല്ലേ, പൈപ്പ് ലെങ്ത്തിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇക്വേഷൻ എഴുതാൻ ഇത് എഴുതാനാ പറഞ്ഞത്. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇല്ല, ഇത് എഴുതാനാ പറഞ്ഞത്. nu1 is equal to V/4L. ഇവിടെ ലെങ്ത് ഓഫ് പൈപ്പ് ഉണ്ട്, അപ്പോൾ V is equal to nu1 is equal to V/4L എന്നുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ദാറ്റ്സ് ഓൾ, സെയിം ക്വസ്റ്റ്യൻ ട്ടോ. ഓക്കെ, ഇനി അടുത്ത് a transverse harmonic wave on a string is described by equation തന്നു. x y r in centimeters and t ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് the fundamental mode of vibration of a stretched string is shown below. Draw the second and third harmonic. Okay, shown below. Figure ലേടാ. Fundamental vibration of a stretched, okay, stretched string അല്ലേ, അപ്പോൾ ഇതാണ് stretched stringന്റെ ഫണ്ടമെന്റൽ മോഡ്. ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവുക ഫണ്ടമെന്റൽ മോഡ് കേട്ടോ. നോക്കിയേ, stretched stringന്റെ ഫണ്ടമെന്റൽ മോഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഡ്രോ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് എന്നല്ലേ പറഞ്ഞ്. ഇത് നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ, ഇതിൽ വരക്കാൻ വിട്ടു ഏതാണ്. സോ ഇത് നിങ്ങൾ തന്നു, ഇനി അതിന്റെ സെക്കൻഡും തേർഡും വരക്കാൻ പറഞ്ഞു. സോ ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഹാർമോണിക് ഞാൻ കാണിച്ചു നോക്കിക്കോ. സെക്കൻഡ് ഹാർമോണിക്, ലിസൺ, സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവുക ലൈക്ക് ദിസ്, സെക്കൻഡ് ഹാർമോണിക് ഉണ്ടാവുക ലൈക്ക് ദിസ്. ഇതാണ് അതിന്റെ സെക്കൻഡ് ഹാർമോണിക്. ക്ലിയർ ആയല്ലോ, സെക്കൻഡ് ഹാർമോണിക്. ഓക്കെ, ഇവനിക്ക് നമുക്ക് രണ്ട് കളേഴ്സ് വരക്കാം. സെക്കൻഡ് ഹാർമോണിക് ഞാൻ വരച്ചു. ഇനി തേർഡ് ഹാർമോണിക് അവർ വരക്കാൻ പറഞ്ഞാൽ മക്കളെ നോക്ക്, തേർഡ് ഹാർമോണിക് കാണിക്കാൻ പറഞ്ഞാൽ തേർഡ് ദാ. ഓക്കെ, ഇതാണ് തേർഡ് ഹാർമോണിക്. ഓക്കെ, അപ്പൊ അവര് സെക്കൻഡ് തേർഡ് കാണിക്കാൻ പറഞ്ഞു. ഇത് സെക്കൻഡ് ഹാർമോണിക്, ഇതെന്താ തേർഡ് ഹാർമോണിക്. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിംഗ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. സോ ഞാൻ ഫണ്ടമെന്റൽ മോഡ് കൂടി വരക്കാണ്. ഫണ്ടമെന്റൽ വരച്ചു.
സോ ഇത് ഫണ്ടമെന്റൽ മോഡാണ്, ലൈക്ക് ദിസ്. ഒന്നിങ്ങനെയും കാണിക്കാം, റൈറ്റ്. ഇതാണ് എൽ ലെങ്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഓക്കെ, ഒന്നാമത്തെ കേസിൽ എന്താ മക്കളെ, ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ അതെന്താ, ലാംഡന്റെ പകുതി. ബിക്കോസ് ദിസ് ഈസ് നോഡ്, ഇത് ആന്റി നോഡ്, ഇത് നോഡ്. അടുത്തടുത്ത നോഡ് നമ്മൾ ഉണ്ടാവും ലാംഡ ബൈ 2 ഉണ്ടാവും. സോ എൽ ഇസ് ഈക്വൽ ടു ലാംഡ 1/2 എന്ന് എഴുതാം. ഫ്രം ഹിയർ വൺ ഈസ് ലാംഡ 1 2L എന്ന് എഴുതാം. സോ ഫ്രം ഹിയർ വൺ ഈസ് ന്യൂ 1 ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആണ്. സോ വി ബൈ ലാംഡ 1 ഇസ് ഈക്വൽ ടു വി ബൈ 2L എന്ന് വരും, വി ബൈ 2L. നെക്സ്റ്റ് രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ, രണ്ടാമത്തെ കേസിൽ ദാ ഈ കേസിൽ നോഡ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്, നോഡ്. അപ്പൊ ഈ നോഡും എത്ര ഉണ്ടാവും, ലാംഡ ബൈ 2. ഇത് എത്ര ഉണ്ടാവും, ലാംഡ ബൈ 2. അപ്പൊ എത്രയായി, ഒരു ലാംഡ ആയി. സോ എൽ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ 2 ആ. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഒരു ഫുൾ വേവ് ലെങ്ത് അല്ലേ, ഒരു ഫുൾ വേവ് ലെങ്ത് ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ എൽ ഇസ് ഈക്വൽ ലാംഡ 2 എന്ന് എഴുതാം. ഫ്രം ഹിയർ നോക്ക് എന്താണ്, ന്യൂ 2 ഇസ് ഈക്വൽ ടു വി ബൈ എന്താണ്, ലാംഡ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു v by L, that is equal to 2 times v by 2L എന്ന് എഴുതാം. That is equal to 2 times nu 1 എന്ന് എഴുതാം. So what is nu 2? Nu 2 എന്തായി, nu 2 is equal to 2 times v by 2L എന്താ, nu 1 ആണ്. So nu 2 is equal to v by L എന്ന് വരും. v by L എന്ന് എഴുതാം 2 into v by 2L എന്ന് എഴുതാം. അപ്പം v by 2L 2 nu 1 എന്ന് എഴുതാം. അപ്പൊ എന്തായി, 2 into nu 1 ആയി, ഏത് nu 2. സിമ്പിൾ ആ. മൂന്നാമത്തെ എന്താ മക്കളെ നോക്ക്, മൂന്നാമത്തെ കേസിൽ ഇവിടെ നോഡ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്, നോഡ് ആന്റി നോഡ്, നോഡ്. സോ ലാംഡ ബൈ 2, ലാംഡ ബൈ 2, ലാംഡ ബൈ 2 എത്ര ഉണ്ടാവും, 3 ലാംഡ ബൈ 2 ഉണ്ടാവും അല്ലെ. സോ എൽ എന്ന് പറയുന്നത് 3 ലാംഡ 3/2 ആയിരിക്കും. ഓക്കെ, സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് എഴുതാം, ലാംഡ 3 ഇസ് ഈക്വൽ ടു 2L ബൈ 3 എന്നുണ്ടാകും. സോ ന്യൂ 3 കാണുമ്പം വി ബൈ ലാംഡ 3 ആണ് വേണ്ടത്. ഇസ് ഈക്വൽ ടു എന്താ മക്കളെ നോക്ക്, വി ബൈ വാട്ട് ഈസ് ലാംഡ 3, 2L by 3. ആ 3 മുകളിൽ കയറും. അപ്പൊ എന്താ, ന്യൂ 3 ഇസ് ഈക്വൽ ടു 3 ടൈംസ് വി ബൈ 2L. വി ബൈ 2L എന്ന് പറഞ്ഞാൽ ന്യൂ 1 ആ. സോ 3 ടൈംസ് ന്യൂ 1 എന്ന് വരും അല്ലേ. അപ്പൊ എന്താണ് ന്യൂ 1 is to ന്യൂ 2 is to ന്യൂ 3. ന്യൂ 1 is to ന്യൂ 2 is to ന്യൂ 3 is equal to ന്യൂ 1 is to 2 ന്യൂ 1 is to 3 ന്യൂ 1 എന്ന് വരും. സോ അവിടെ എന്ത് സംഭവിക്കും നോക്കുക, ന്യൂ 1 ന്യൂ 1 ന്യൂ 1 കട്ട് ആവുമ്പോൾ 1:2:3 അവർ പറഞ്ഞ കാര്യം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഇതൊക്കെ വന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, ഇതൊക്കെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോ മക്കളെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലേക്ക് നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം. ഓക്കെ അല്ലടാ. അടുത്ത്, let the fundamental frequency is 45 hertz and length of wire is 87.5 centimeter. If the linear density of wire is okay, find the tension in the string. ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ കാണണം മക്കളെ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ലിസൺ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി പറഞ്ഞാൽ ന്യൂ 1 ആണ്. ന്യൂ 1 പറഞ്ഞാൽ എന്താ, ന്യൂ 1 ഇസ് ഈക്വൽ, നമുക്ക് നോക്ക്, ന്യൂ 1 ഇസ് ഈക്വൽ ടു വി ബൈ 2L അല്ലേ എന്ന്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയൂടെ, 1/2L ഇൻറ്റു വി. വി പറഞ്ഞാൽ എന്താ, സ്ട്രെച്ചഡ് സ്ട്രിങ് കൂടെ പോകുന്ന വേവിന്റെ വെലോസിറ്റി ആണ് വി. സോ വി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്ന് എഴുതി കൂടെ എന്ന്. അപ്പൊ ന്യൂ 1 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എന്ത്, 1/2L ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. അപ്പൊ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാ, എന്തൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 45 ഹെർട്സ്. സോ ന്യൂ 1ന്റെ വാല്യൂ ഇങ്ങനെ തന്നു. ലെങ്ത് ഓഫ് ദി വയർ 87.5, അതിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, അത് മീറ്ററിലേക്കായി. അപ്പൊ നിങ്ങൾക്ക് എല്ലും തന്നു. അപ്പം എല്ലും തന്നു, അതുപോലെ എന്തും തന്നു, മ്യൂന്റെ ന്യൂ 1ഉം തന്നു, എല്ലും തന്നു. ഇനി അടുത്ത എന്താ, ലീനിയർ മാസ് ഡെൻസിറ്റി ഇങ്ങനെ തന്നു കിലോഗ്രാം പെർ മീറ്ററിൽ. അപ്പൊ മ്യൂൻ തന്നു. അപ്പൊ ന്യൂ 1 തന്നു, ന്യൂ 1 തന്നു, എല് തന്നു, മ്യൂ തന്നു. എന്ത് കാണാൻ പറഞ്ഞു, ടി കാണാൻ പറഞ്ഞു. എന്ത് ചെയ്യുക, മൊത്തം അങ്ങ് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് അപ്പോൾ ന്യൂ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4L² ഇൻറ്റു ടി ബൈ മ്യൂ എന്നുണ്ടാവും. ഇപ്പൊ മ്യൂവും 4L² ഒക്കെ പുറത്തേക്ക് എടുക്കുക, ടി ഒറ്റക്കാക്കുക. അപ്പൊ അങ്ങ് ടീന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ എക്സ്പ്രഷനിൽ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസും അങ്ങ് കൊടുത്താൽ മക്കളെ ആൻസർ ആയിട്ടോ. ഓക്കെ ആണോ? ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ, വൃത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ x സെന്റിമീറ്ററിലാണ് എക്സും വൈ. ഓക്കെ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഈസ്.
ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് കാണണം മക്കളെ 3 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈൻ്റെ മുമ്പുള്ള ആൾ അല്ലെങ്കിൽ കോസിന് മുമ്പുള്ള ആൾ ആംപ്ലിറ്റ്യൂഡ് വരും അല്ലേ. അപ്പോൾ 3 എന്ത് വരും സെന്റിമീറ്റർ വരും കേട്ടോ, കാരണം എക്സും വൈയും എന്തില്ല സെന്റിമീറ്ററില്ല. അടുത്ത് the figure below shows the fundamental mode of first harmonic structure. Okay, draw the figure that shows the second harmonic in the string. If L is length of string and V is speed of the wave in the string, what are the equations of first second harmonic frequencies? മക്കളെ ഒന്നുമില്ല, ഇത് രണ്ടുമാണ് വരക്കാൻ പറഞ്ഞ് അതിന്റെ ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ? റെഡി? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏരിയാസ് ഇതിന്റെ മറ്റ് പാർട്ട് ഇത് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോവരുത് ഈ ചാപ്റ്ററിന്, കാരണം ഇവിടുന്ന് ചോദിക്കാനുള്ള ചാൻസ് അത്രക്ക് കൂടുതലാണ്. റൈറ്റ്? അപ്പൊ ഈ ഒരു ഏരിയ ഞാൻ എടുത്ത ഇത്രയും ഏരിയ, അതായത് പിന്നെ ഹാർമോണിക്സ്, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊപ്പഗേഷൻ വേവിന്റെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എടുത്ത ക്ലാസ്സുകൾ വൃത്തി കാണുക, വൃത്തി പഠിക്കുക. ഓസിലേഷൻസ് അതുപോലെ ഈ വേവ്സും ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസും കവർ ചെയ്തു. ഇതിൽ കുറച്ച് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്, അവിടെ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അതിന് എന്ത് ചെയ്യാം, മാരത്തോൺ ക്ലാസ്സുകളിൽ നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം, കവർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പൊ മക്കൾ വേഗം എന്ത് ചെയ്യാം, ഒട്ടും സമയം കളയരുത്, വേഗം പോവാ, വേഗം പോയിട്ട് ഈ എടുത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സെറ്റ് ആക്കിക്കോളുക. ചാപ്റ്ററിൽ നിങ്ങൾ നല്ല എന്താ തറോ ആയിട്ട് പഠിച്ച് വൃത്തിക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ടൈം തീരെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇനി സ്പെൻഡ് ചെയ്യരുത്, കാരണം അത്രയ്ക്ക് ക്രൂഷ്യലാണ്. സൂപ്പർ ആയിട്ട് പഠിക്കണം, നല്ല കോൺഫിഡൻസ് പഠിക്കുക, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്, നല്ല മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ ഇതോടൊപ്പം ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് റിവിഷൻസ് നമ്മൾ എല്ലാ ചാപ്റ്ററിനും നമ്മൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് അടങ്ങുന്ന എന്താ പറയുക, ഒരു 1.5-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷൻ ഉള്ള ഒരു ക്ലാസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തു മക്കളെ, കവർ ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് റിവിഷൻസ് വരാണ്ട്, അതിന്റെ ഒരു ലൈവ് സെഷൻ നാളെ ഈവനിങ്ങിൽ ഒരു ലൈവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ചാനൽ, പിന്നെ എൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടാകും. ആ ലൈവിൽ നമ്മൾ അനൗൺസ് ചെയ്യും, കാരണം നമ്മളും നിങ്ങളും തമ്മിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ആ ഇന്ററാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ പറയാം, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും. റൈറ്റ്? അപ്പൊ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി എന്ത് ചെയ്യുക, നാളെ ഈവനിങ്ങിൽ ആ ലൈവിലേക്ക് നിങ്ങൾ വരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോഴേ ഇടക്കൊന്ന് കട്ടായി പോയി. സോ എന്തായാലും നമുക്ക് നാളെ എന്ത് ചെയ്യാം, നാളെ നൈറ്റിൽ മീറ്റ് ചെയ്യണം, എല്ലാവരും ലൈവിലേക്ക് വരിക. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് ഓൺ ടുമോറോ at evening 7:30 PM, right? So aduvare good night, bye.